ട്രിവാൻഡ്രത്തിൻ്റെ മുഖച്ഛായ മാറാൻ പോവുകയാണ് ഗൈസ്. ഇതല്ല, ട്രിവാൻഡ്രം ഇനി വേറെ ലെവലാകാൻ പോവുകയാണ്. ഇതാ കാണുന്ന സാധനം ഒന്ന് ഫുള്ളി ഫ്ലഡ്ജ്ഡ് ആയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വിഴിഞ്ഞം ട്രിവാൻഡ്രത്തിൻ്റെ മാറിൻ്റെ ഒപ്പം തന്നെ കേരളത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറാൻ പോവുകയാണ്. വെള്ളത്തിൻ്റെ കളർ കണ്ടോ ഗൈസ്, പക്ക എന്ത് രസമാണ് ഈ ബീച്ചെന്നോ. ഇപ്പോൾ കോവളത്തിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വ്യൂ ആണ്. അത് താഴെ സംഭവ പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്. വിഴിഞ്ഞം കണ്ടെയ്നർ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനലാണ് കേട്ടോ. MSCയുടെ ഒരു ഷിപ്പ് വന്ന് കിടപ്പുണ്ട്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കടലിൽ. ഞാൻ ഇതുവരെ ഇങ്ങനെ കടലിൽ മഴ പെയ്യുന്നത് നേരിട്ട് കണ്ടിട്ടില്ല. വാവ്. പക്ഷെ നമ്മുടെ ഇവിടെ മഴയില്ല, അങ്ങ് ദൂരെ മഴയുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം തന്നെ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നല്ല കിടിലം വഴിയാണ് കേട്ടോ. അപ്പുറം അതിൽ ഒരു ചെറിയ നടവഴി മാത്രം. ഇതിൽ കൂടെ നടന്നിറങ്ങുന്നത് ഒരു സ്വർഗത്തിലേക്കാണ് കേട്ടോ. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ എൻ്റെ മോനെ, ട്രൂലി ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. വാവ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇപ്പോൾ നമ്മൾ ഒരു സീക്രട്ട് ബീച്ച് ലൊക്കേഷനിലാണ് കേട്ടോ. അതിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വീഡിയോയിൽ മുമ്പോട്ട് പോകുന്നതോറും ആ സീക്രട്ട് ലൊക്കേഷനെ റിവീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ റൈഡ് ഈ സീക്രട്ട് ട്രിവാൻഡ്രത്തുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സീക്രട്ട് ബീച്ചിലേക്കാണ് കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ ഗൈസ്. ഇന്ന് നമ്മളിപ്പോൾ സൺഡേ റൈഡ് പോവുകയാണ് കേട്ടോ, ഫ്രണ്ട്സൊക്കെ ആയിട്ട്. നമ്മുടെ ട്രയംഫിലെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ട്രയംഫ് റൈഡേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹൈവേയിലേക്ക് കയറി. നമ്മൾ പോകുന്നത് വിഴിഞ്ഞത്തേക്കാണ്. വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് കാണണം. പിന്നെ ചുമ്മാ കാരണം ഈവനിങ്സൊക്കെ എപ്പോഴും ലൈറ്റ് ഹൗസ് ഭയങ്കര തിരക്കായിരിക്കും. രാവിലെ 10 മണിയാകുമ്പോഴത്തേനും ലൈറ്റ് ഹൗസ് ഓപ്പൺ ആവുമെന്നാണ് കേട്ടത്. അപ്പോൾ രാവിലെ പോവുകയാണെങ്കിൽ കുറച്ച് ആളുകളുടെ ശല്യമൊന്നും ഇല്ലാതെ നൈസായിട്ട് പോയി ലൈറ്റ് ഹൗസ് കണ്ടിട്ട് വരാം. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ നൈസായിരിക്കും. അപ്പോൾ ഒന്ന് വിഴിഞ്ഞം ലൈറ്റ് ഹൗസിൽ പോകണം. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളൊരു ഹിഡൻ ആയിട്ടുള്ളൊരു ബീച്ചിൽ പോകുന്നുണ്ട്. അത് വിഴിഞ്ഞത്ത് തന്നെയാണ്. അത് ഭയങ്കര നല്ല ഒരു ബീച്ചാണ്. ഭയങ്കര പ്രശാന്ത സുന്ദരമായ നല്ല കടൽ തീരം എല്ലാം ഉള്ള ബീച്ചാണ്. ഞാൻ അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ ഇതിൽ ചേർത്തേക്കാം. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ നോമ്പൊക്കെ തുറന്നുകൊണ്ട് എല്ലാ കടകളും ഉണ്ടോ എന്നറിയില്ല. നമ്മൾ സ്ഥിരം കഴിക്കുന്ന മറ്റേ ഉസ്താദ് ഹോട്ടൽ വിഴിഞ്ഞത്തെ അതൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. അതൊക്കെ പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിവേ നമ്മളെന്തായാലും പോവുകയാണ്. അപ്പോൾ നമുക്ക് പോയേക്കാം. ഇപ്പോൾ നമ്മുടെ ഹൈവേ വർക്ക് NH66 നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഓൾറെഡി നല്ലപോലെ ചെയ്ത ഹൈവേ ആയിരുന്നു. പക്ഷേ ഇതിന് അധികം ഈ ജംഗ്ഷനുകളിലൊക്കെ സിഗ്നൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിഗ്നലുകൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഓവർപാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓവർപാസിൻ്റെ പണികൾ, ഓവർ ബ്രിഡ്ജിൻ്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഓവർ ബ്രിഡ്ജിൻ്റെ പണി ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റാണ്. ഇപ്പോൾ വിഴിഞ്ഞത്താണെങ്കിൽ പക്ഷേ കണ്ടെയ്നർ ടെർമിനലിലേക്കുള്ള 6 ലൈൻ റോഡിൻ്റെ വർക്കൊക്കെ കുറേ കംപ്ലീറ്റ് ആയിട്ടോ, നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഫാസ്റ്റ് ട്രാക്കിൽ നടക്കുന്ന വർക്കാണ്. മാൻ, വിട്ടോ നല്ല ഫാസ്റ്റ് ട്രാക്കിൽ വർക്ക് ചെയ്യുന്നത്. ഇത് റോഡ് അത്യാവശ്യം നല്ല കിടിലൻ റോഡാണ്. എല്ലാം പറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ പറക്കാൻ ഒരു ഇതുമില്ല. 100 വെറുതെ ഒന്ന് ടോട്ടൽ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് 100 കയറുന്നത്. 120, 130. അതാ പറഞ്ഞത്, വലിയ പാടൊന്നുമില്ല ഇവിടെ അടിച്ച് കയറാൻ.
ഒന്ന് ത്രോട്ടിൽ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കയറുന്നതായിരിക്കും. അത്രയ്ക്ക് നല്ല റോഡാണ്, അതുകൊണ്ടാണ്. ഇർഫാൻ്റെ പുതിയ വണ്ടിയാണ് കേട്ടോ. പുതിയ വണ്ടിയിൽ വെച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുക്കൻ. അതും പുറകെയുണ്ട്. ഇപ്പം അത്യാവശ്യം വിൻ ബ്ലാസ്റ്റ് കേൾക്കുന്നുണ്ടാവുമല്ലേ? ഞങ്ങൾ ഒരു 120 ആ റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഓക്കെ അത്ര സ്പീഡ് കയറാൻ പാടില്ല. എന്നാലും നല്ല റോഡ് കിട്ടുമ്പോൾ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് സംഭവിക്കാമല്ലോ. ഈ റോഡ് കുറച്ചും കൂടെ സേഫാണ്. കാരണം പെട്ടെന്നുള്ള ക്രോസിങ്സ് ഒക്കെ വളരെ കുറവാണ്. പിന്നെ ജംഗ്ഷൻസ് ഉണ്ട് കേട്ടോ. ആ ജംഗ്ഷൻ ആകുമ്പോൾ സ്ലോ ഡൗൺ ചെയ്യണം. അതൊരു കോമൺ സെൻസാണ്. പിന്നെ ചില സമയത്ത് ആളുകൾ ക്രോസ് ചെയ്യാം. ബാരിക്കേഡൊക്കെ വരും എന്നാണ് പറഞ്ഞത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോവളം എത്താൻ ഇനി 4 കിലോമീറ്ററോടെ ഉള്ളൂ. കോവളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ഇപ്പോൾ റീസെൻ്റ്ലി റീടാർ ചെയ്തിട്ടുണ്ട്, NH66. ഓ മാൻ, എന്ത് കിടില റോഡാണെന്നറിയത്. ഓ സൂപ്പറാട്ടോ. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ഈ നന്നായിട്ടൊക്കെ കോഷ്യസായിട്ട് ഓടിക്കേണ്ടി വരും. കാരണം റോഡ് അത്ര നല്ലതായതുകൊണ്ട് വണ്ടികളെല്ലാം കുറച്ചുകൂടെ സ്പീഡിലായിരിക്കും പോകുന്നത്. പക്ഷേ എനിവേ നമുക്ക് ഇങ്ങനത്തെ നല്ല റോഡുകളാണ് കേട്ടോ വേണ്ടത്. നമ്മുടെ ട്രാവൽ ടൈം കുറയ്ക്കാൻ പറ്റുന്ന നല്ല റോഡുകൾ, ഇതുപോലത്തെ നല്ല റോഡുകൾ. കുറച്ച് ക്രോസ് വിൻഡ് ഉണ്ട് കേട്ടോ രാവിലെ തന്നെ. ഈ മഴ പെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് അത്യാവശ്യം ക്രോസ് വിൻഡ് പിടിക്കുന്നുണ്ട്. വണ്ടിക്ക് പിടിക്കണില്ല, പക്ഷെ എന്നാലും ക്രോസ് വിൻഡ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒരു 80 ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് ഹൗസിൽ പോവാം. ലൈറ്റ് ഹൗസിൽ കയറാം. എന്തോ കഴിച്ചിട്ട് മറ്റേ അവിടെ പോയിട്ട് ചില്ല് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഡൺ. അപ്പോൾ തീരുമാനമായി. ഫസ്റ്റ് ഞങ്ങൾ ലൈറ്റ് ഹൗസിൽ പോകുന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ഹിഡൻ ലൊക്കേഷനിലേക്ക് പോകുന്നത് കേട്ടോ. ലൈറ്റ് ഹൗസിലേക്ക് പോകാനുള്ള ഡീറ്റൂർ എടുത്തു കേട്ടോ. ലെഫ്റ്റ് തിരിയുന്നു. മഴ പെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. ലെഫ്റ്റ്. എത്ര പെട്ടെന്ന് NH66 വർക്ക് ഇത്ര ഫാസ്റ്റ് ആയത്. ആക്ച്വലി ഇത് നമുക്കാർക്കും വേണ്ടിയല്ല ഇത് വന്നേക്കുന്നത് കേട്ടോ. അത് നമ്മളതിൻ്റെ ഒരു സൈഡായിട്ടുള്ള ഒരു ബെനിഫിഷ്യറി ആണെന്ന് മാത്രമേ ഉള്ളൂ. ഈ NH66 പണി ഇത്ര ഫാസ്റ്റ് ആയിരിക്കുന്നതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദാനിയുടെ കണ്ടെയ്നർ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. നമ്മളതിൻ്റെ ഒരു സൈലൻ്റായിട്ട് കേരളത്തിലുള്ള ആൾക്കാർക്കും ഉസ്താദ് ഹോട്ടൽ സൈലൻ്റായിട്ട് നമുക്കും കൂടെ അതിൻ്റെ കുറച്ച് ബെനിഫിറ്റ് കിട്ടുന്നേ ഉള്ളൂ. എനിവേ ഇതൊരു വിൻ സിറ്റുവേഷൻ ആണ്. സോ ദാറ്റ് ഇസ് ഗുഡ്. അവർ കണ്ടെയ്നർ കൊണ്ടുപോകട്ടെ, നമുക്ക് നമ്മുടെ വണ്ടികളും കൊണ്ടുപോകാമല്ലോ. അതുപോലത്തെ സമാധാനിക്കാം. ഇല്ല, കുഴപ്പമില്ല. കാരണം അങ്ങനെ നമുക്ക് മോശമായിട്ടൊന്നും ഇല്ലല്ലോ. നമുക്കൊരു 6 ലൈൻ ഹൈവേ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നല്ല കാര്യം. ഇർഫാൻ പോകുന്നുണ്ട്, തിരക്കുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ കോവളം ലൈറ്റ് ഹൗസിലെത്തിയിട്ടോ. ഒത്തിരി പേര് രാവിലെ തന്നെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. ഇതേ നമ്മുടെ ലൈറ്റ് ഹൗസ്. അങ്ങ് ദൂരെ വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ അത്യാവശ്യം പാർക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മുടെ 3 വണ്ടി ഇരിക്കുന്നു.
വാവ്. ഇപ്പോൾ കോവളത്തിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വ്യൂ ആണ്. അത് താഴെ സംഭവ പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്. വാവ്. വാവ്. വിഴിഞ്ഞം കണ്ടെയ്നർ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ കേട്ടോ. MSCയുടെ ഒരു ഷിപ്പ് വന്ന് കിടപ്പുണ്ട് ഗൈസ്. ഈ പള്ളി നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ. മാലിക് സിനിമ ഷൂട്ട് ചെയ്ത പള്ളി ഇതാണ്. അങ്ങ് അകലെ മഴ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. വാവ്. മഴ പെയ്യുന്ന കണ്ടോ ഗൈസ്. കടലിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓ മാൻ, സൂപ്പർ കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര നൈസാണേ. നല്ലൊരു ഫീൽ. നല്ല കാറ്റൊക്കെ അടിച്ചിട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കടലിൽ. ഞാൻ ഇതുവരെ ഇങ്ങനെ കടലിൽ മഴ പെയ്യുന്നത് നേരിട്ട് കണ്ടിട്ടില്ല. വാവ്. പക്ഷെ നമ്മുടെ ഇവിടെ മഴയില്ല, അങ്ങ് ദൂരെ മഴയുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം തന്നെ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും വാവ്, രക്ഷയില്ല കേട്ടോ, അടിപൊളി. ഇതാണ് കേട്ടോ അതിൻ്റെ റിഫ്ലക്ടറും ലൈറ്റും പ്രിസും എല്ലാം. ലൈറ്റിങ് കണ്ടോ, കൊള്ളാം കേട്ടോ, അടിപൊളി. ഇതതിൻ്റെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഗിയർ മെക്കാനിസം കേട്ടോ. ഇതൊക്കെ പണ്ടത്തെ സിസ്റ്റമാണ്, പക്ഷെ എന്നാലും റിയലി നൈസ്. ഓ, ഇപ്പോൾ വൈറ്റ് കർട്ടനിട്ടേക്കുവാണ് ഇവിടെയൊക്കെ. ഫോക്കസ് ചെയ്യാനുള്ള ലൈറ്റ്സ്, പ്രിസംസ്. ഒരു കുഴിമന്തിയൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു സീക്രട്ട് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിഴിഞ്ഞത്താണ് ഇത്. വിഴിഞ്ഞത്തുള്ളൊരു സീക്രട്ട് ബീച്ച് ലൊക്കേഷനാണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ബീച്ച് ഏതാണെന്ന് ഞാൻ റിവീൽ ചെയ്യാവേ. ഓക്കേ, നമ്മളത് വിഴിഞ്ഞം സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രിവാൻഡ്രത്തിൻ്റെ മുഖച്ഛായ മാറാൻ പോവുകയാണ് ഗൈസ്. ഇതല്ല ട്രിവാൻഡ്രം, ഇനി വേറെ ലെവലാകാൻ പോവുകയാണ്. ഇതാ കാണുന്ന സാധനം ഒന്ന് ഫുള്ളി ഫ്ലഡ്ജ്ഡ് ആയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ വിഴിഞ്ഞം. ട്രിവാൻഡ്രത്തിൻ്റെ മാറിൻ്റെ ഒപ്പം തന്നെ കേരളത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറാൻ പോവുകയാണ്. ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും, ലോകത്ത് തന്നെ ഇപ്പോഴത്തെ ഏറ്റവും ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഓട്ടോമേഷനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടെയ്നർ ടെർമിനലാണ്. വളരെ കുറച്ച് ആൾക്കാർ മതി ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലിൻ്റെ ഒരു പ്രത്യേകത. ഓ മാൻ, ഇത് സൂപ്പർ കേട്ടോ. അവിടെ ഒരു MSCയുടെ ഷിപ്പ് വന്ന് കിടപ്പുണ്ട് കേട്ടോ. അത് നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന്, നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ മുമ്പിൽ നിന്ന് കണ്ടില്ലായിരുന്നു. ഇന്ത്യയിൽ തന്നെ, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡ്രാഫ്റ്റുള്ള ഒരു പോർട്ടുകളിൽ ഒന്നാണ് കേട്ടോ. ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ കറക്റ്റ് ഐഡിയൽ ജിയോഗ്രഫിയാണ്, ഐഡിയൽ ലൊക്കേഷനാണ്. ലൈക്ക് ഇന്ത്യയുടെ ഒരു സദേൺ ടിപ്പിലാണ് മദർഷിപ്പിനൊക്കെ വരാൻ പറ്റുന്ന നാച്ചുറൽ ക്രാഫ്റ്റാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. 21 or 26, അപ്രോക്സിമേറ്റ്ലി 26 ആണെന്ന് തോന്നുന്നു. അത്രയും ആവറേജ് ഡെപ്ത് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഡ്രഡ്ജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഇറ്റ് ഈസ് ഗുഡ്. എനിവേ, മഴ പെയ്യാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ക്രൈസ്റ്റിൻ്റെ സ്റ്റാച്ചു കണ്ടിട്ടില്ലേ? നമ്മുടെ മാലിക് സിനിമയിൽ കാണിക്കുന്ന ബീച്ചാണ് കേട്ടോ. ഇതേ മാലിക്കിൽ കാണിക്കുന്ന പള്ളിയാണത്. ഈ ബീച്ചും ഈ ഭാഗങ്ങളൊക്കെയാണ് ആ സിനിമ കാണിക്കുന്നത്, മാലിക് സിനിമയിൽ. നല്ല കിടിലം വഴിയാണ് കേട്ടോ. അപ്പുറം അതിൽ ഒരു ചെറിയ നടവഴി മാത്രം. ഇതിൽ കൂടെ നടന്നിറങ്ങുന്നത് ഒരു സ്വർഗത്തിലേക്കാണ് കേട്ടോ. ഈ പടവുകളോടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്ന ബീച്ചിലേക്കാണ് കേട്ടോ. നൈസ്. ഇത് വളരെ പീസ്ഫുള്ളായിട്ടുള്ള ബീച്ചാണ് കേട്ടോ. അവിടെ അങ്ങനെ അധികം ആളുകളൊന്നുമില്ല. ഇത്
അങ്ങ് നോക്കിക്കേ, അങ്ങനെ ഇരിക്കുന്ന MSCയുടെ കണ്ടെയ്നർ ഷിപ്പും നമ്മുടെ അദാനി പോർട്ടും. വാവ്, വെള്ളത്തിൻ്റെ കളർ കണ്ടോ ഗൈസ്, പക്ക എന്ത് രസമാണ് ഈ ബീച്ചെന്നോ. പക്ക ബീച്ചായിട്ടോ, എന്ത് രസമാണ്. എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വാവ്, വെള്ളത്തിൻ്റെ കളറും. അങ്ങകലെ നേവിയുടെ ഷിപ്പ് ഉണ്ട് കേട്ടോ, കാണാൻ പറ്റുമോയെന്നറിയില്ല. ഒരു ഹെലികോപ്റ്റർ ഇരിപ്പുണ്ട്, കുറേ ബോയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ല ഫ്ലോട്ട് ചെയ്ത് നടക്കണം. ആ നേവിയുടെ ഷിപ്പിലൊരു ഹെലികോപ്റ്ററും കൂടെ ഉണ്ട് കേട്ടോ. വേറെണ്ണം നോക്കുവാണെങ്കിൽ അങ്ങ് അവിടെ മകല് വേറൊരു MSCയുടെ ഷിപ്പ് വന്ന് കിടപ്പുണ്ട്. ഇതൊക്കെ വിസിബിളാണോ എന്നറിയില്ല, എന്നാലും കൊള്ളാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല മഴക്കോളുള്ളതുകൊണ്ട് നല്ല ഇതുണ്ടോ, പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ എൻ്റെ മോനെ. ട്രൂലി ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞ ഇതാണ് കേട്ടോ. വാവ്, ഇന്നത്തെ യാത്ര ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്ര നല്ല ബീച്ച് കാണാൻ പറ്റി. ഇത് നോക്കിക്കേ, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അദാനി പോർട്ട്, ഇതൊരു നമ്മുടെ ക്ലിവിങ്ടൺ ബീച്ച്. ഈ ബീച്ചിൽ നിന്നുള്ള വ്യൂ രക്ഷയില്ല കേട്ടോ, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. ഇവിടുത്തെ വാട്ടറിൻ്റെ കളറ്, ഈ ആംബിയൻസ്. അപ്പോൾ നല്ല ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈ ബീച്ച്? എങ്ങനെയുണ്ട്? സൂപ്പർ ബീച്ച്, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ വരിക, പക്ഷേ ഇത് വൃത്തികേടാക്കാതിരിക്കുക, പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിഞ്ഞ് വൃത്തികേടാകാതിരിക്കുക. നമ്മുടെ നല്ലൊരു പ്രിസ്റ്റീനായിട്ടുള്ള വാട്ടേഴ്സാണ്, അപ്പോൾ നശിപ്പിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ.